നമുക്ക് വേദയുടെ വിക്രത്തിന്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചയില് വേദ ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. ഒരു തീരുമാനമല്ല, കുറച്ച് തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം ജോലി ചെയ്യുവാണ്. കാരണം എങ്ങനെ വിക്രത്തെ നന്നാക്കണം, അതുപോലെ തന്നെ കുടുംബത്തിൽ ഇപ്പോൾ ഉള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇല്ലാതാക്കണം. പിന്നെ വിക്രമല്ല തെറ്റ് ചെയ്തതെന്ന് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ മുന്നിലെങ്കിലും തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് വേദ ഇറങ്ങിത്തിരിക്കുക. ഇത്രയും കാലം ശ്രീനിവാസിന്റെ പിടിയിലായിരുന്നു വിക്രം. അങ്ങനെ ഒടുവിൽ വിക്രത്തെ ശ്രീനിവാസിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത്. വേദയ്ക്കറിയായിരുന്നു വിക്രത്തെ കുടുക്കിയത് മറ്റാരുമല്ല, അത് വിനായകനാണ്. വിനായകൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം മറ്റാരും അങ്ങനത്തെ പണി ചെയ്യത്തില്ല. വീട്ടിൽ വന്ന് മാഷിന്റെ ബാഗിനകത്ത് മയക്കുമരുന്ന് കൊണ്ടേ വെക്കണമെങ്കിൽ അത് വീട്ടിലുള്ള ഒരാൾ തന്നെയായിരിക്കണം. വിശ്വാണ് ഒരിക്കലും അത് ചെയ്യത്തില്ല. പിന്നെയുള്ള വിനയണ്ണ വിക്രം താനാണ് തെറ്റിയെന്ന് സമ്മതിച്ചാലും വിക്രത്തിന് നന്നായിട്ടറിയാം ആ തെറ്റ് ചെയ്ത് ആരാന്നുള്ള കാര്യം. അതുകൊണ്ടാണ് വിക്രം ഇതുവരെ ആയിട്ടും ആരോടൊന്നും പറയാത്തെ. സ്വയം ആ ശിക്ഷ ഏറ്റെടുത്ത് 7 വർഷക്കാലം ജയിലിൽ പോയി കിടന്നത്. അപ്പൊ സ്വന്തം ചേട്ടന് വേണ്ടിയിട്ട് വിക്രം ത്യാഗം ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ചുമ്മാ ഒരാൾക്കെതിരെ കുറ്റം ആരോപിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ അതിന്റെ തെളിവുകളൊക്കെ ശേഖരിക്കാൻ തന്നെ വേദ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് വേദ എന്ത് ചെയ്യണം, ചക്രപാണി സാറിന്റെ കയ്യിലുള്ള വിവരങ്ങൾ, അതായത് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് സാറായിരുന്നു വിക്രത്തിന്റെ കേസ് വാദിക്കുകയൊക്കെ ചെയ്തത്. പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ കിട്ടിയ തെളിവുകളും വേണ്ട രേഖകളും എല്ലാം എടുക്കുകയാണ്. അപ്പോൾ സിസ്റ്റത്തിലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെല്ലാം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നല്ല വിശദമായിട്ട് തന്നെ വേദ പഠിച്ചു. അങ്ങനെ വേദ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. അതിനുശേഷമാണ് ദർശനെ കാണാൻ പോകുന്നത്. ദർശനെ പോയി കണ്ട് ദർശനോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ദർശന ഇപ്പോൾ ഹമീദിനെ കുറിച്ച് പറഞ്ഞു. അന്നത്തെ CA ആയിരുന്നു. അപ്പോൾ സാറും കൂടെ കൂടിയിട്ടാണ് ഈ കേസൊക്കെ അന്വേഷിക്കാനായിട്ട് പുറപ്പെട്ടത്. ഒടുവിൽ വേദയ്ക്ക് ചില നിർണായകമായ വിവരങ്ങളൊക്കെ കിട്ടുവാണ്. പണ്ടേ വിനായകന് ഒരു സ്വഭാവമുണ്ട്. കുടുംബത്തെ ചതിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണ് വിശ്വാസവഞ്ചന കാണിച്ചിട്ടാണെങ്കിലും സ്വന്തം കാര്യം ചിന്താപ, സ്വന്തം കീശ വീർപ്പിക്കണം എന്നൊരു ചിന്താധിക്കാരനായിരുന്നു ഈ പറയുന്ന വിനായകന്. അതുകൊണ്ട് വിനായകനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിക്രത്തിനാണെങ്കിലും കുറച്ചൊക്കെ വിശ്വത്തിനാണെങ്കിലും അറിയാം. സ്വന്തം കാര്യം നോക്കി പോകുന്നവനാണ്. പക്ഷേ വേദയ്ക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമില്ലായിരുന്നെങ്കിലും വേദ കുറച്ച് കാലം കൊണ്ട് വിനായകനെ നന്ദിനിയെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വേദ കിട്ടിയ തെളിവുകളൊക്കെ വെച്ച് തന്നെ വിനായകനെ പൂട്ടാനായിട്ട് ശ്രമിക്കണം. അപ്പം വിനായകന്റെ നാവിൽ നിന്ന് തന്നെ ആ സത്യങ്ങളൊക്കെ അറിയണം. അതിന് വേണ്ടിയിട്ട് വിനായകനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണമല്ലോ. വിനായകൻ്റെ അടുത്ത് വന്ന് വേദം ഒന്ന് പറയുന്നുണ്ട്. അതെ വിനയേട്ട, ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഒരു കാരണവശാലും വിക്രം ആ തെറ്റ് ചെയ്തിട്ടില്ല. പണ്ട് അച്ഛൻ്റെ ഭാഗ്യനകത്ത് ആ മയക്കുമരുന്ന് വന്ന കേസിൽ ഒരിക്കലും വിക്രം അങ്ങനെ തെറ്റ് ചെയ്യത്തില്ല. ആ കേസ് ഞാൻ റീഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. എനിക്ക് ആ കേസ് റീഓപ്പൺ ചെയ്യണം. ഒരിക്കലും വിക്രം അല്ല തെറ്റുകാരെന്ന് എനിക്ക് തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വിനായകന് ഭയങ്കര ടെൻഷനായി. വിനായകൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. കാരണം വിനായകൻ ശരിക്കും പെട്ടുപോയി. വല്ലാത്തൊരവസ്ഥയായിപ്പോയി വിനായകന്. വേദ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് സത്യാവസ്ഥ കണ്ടെത്തും എന്നുള്ള കാര്യം ഉറപ്പായി. അതിനുശേഷം പിന്നീട് വേദ അത് പറഞ്ഞിട്ട് പോയെങ്കിലും വിനായകൻ്റെ ഉള്ള സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് നന്ദിനി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, വേദ എന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിനായകന് പറയാൻ പറ്റുമോ കാര്യം ഇതാന്താന്ന്. പക്ഷെ വിനായകനൊന്നും മിണ്ടിയില്ല. പിന്നീട് ബാലിന് തീ പിടിച്ച അവസ്ഥയിലാണ് വിനായകൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് വിനായകൻ നേരെ ശ്രീകുമാറിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അത് ശ്രീനിവാസന്റെ ഒരു ബന്ധുവായിരുന്നു ശ്രീകുമാരൻ. അയാളും കൂടെ പറഞ്ഞിട്ടാണ് ഈ സംഭവം കൊണ്ട് ഭാഗ്യനകത്ത് വെച്ചത്. അങ്ങനെ എന്ത് ചെയ്യണം, അയാളെ പോയി കണ്ടിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വേറെ ഈ കേസുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മിക്കവാറും വീണ്ടും എന്നെ പിടികൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, ഈ കേസിന്റെ വിചാരണ കഴിഞ്ഞ് പ്രതിക്ക് ശിക്ഷയും കൊടുത്താ ഇനിയിപ്പോൾ അവൾ ഇറങ്ങി തിരിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ വേദയുടെ ആവശ്യം പ്രതിക്ക് ശിക്ഷ കിട്ടുക എന്നുള്ളതായിരുന്നില്ല. സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വിക്രത്തിന് തല ഉയർത്തി നിൽക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടായിരുന്നു വേദ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഉടനെ വിനായകൻ നെട്ടോട്ടം ആരംഭിച്ചു. പിന്നീട് വിനായകനെ പഴയ CI അന്ന് കേസ് അന്വേഷിച്ച CA ഹമീദ് വിളിപ്പിക്കുകയാണ്. അങ്ങനെ വിനായകനെ വിളിപ്പിച്ച് അപ്പോഴേക്കും അവിടെ ദർശനം ഉണ്ടായിരുന്നു. അങ്ങനെ വിനായകൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിനായകനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. പുള്ളിക്കാരൻ റിട്ടയർ ആയെങ്കിലും വിനായകനോട് ഉള്ള സത്യാവസ്ഥ തന്നെ പുള്ളിക്കാരൻ തുറന്നു പറഞ്ഞു. ഒരിക്കലും വിക്രം അല്ലാതെ ചെയ്തതെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയായിരുന്നു. സത്യം പറ, നിങ്ങൾക്കറിയാതെ ആ വീട്ടിൽ നിങ്ങളും നിങ്ങളെ
അനുജനും അച്ഛനും അമ്മയ്ക്കല്ലേ ഉണ്ടായിരുന്നേ, ചേട്ടനുണ്ട്. പക്ഷെ അവരാരും ചെയ്യത്തില്ല, നിങ്ങളായിരിക്കും ഇത് ചെയ്തേ. സത്യം പറഞ്ഞാൽ നിനക്ക് നല്ലത്. ആ സമയത്ത് വേദയും കൂടെ അങ്ങോട്ട് വന്നു. വേദ വന്നിട്ട് പറഞ്ഞു, അറിയാലോ അറിയാലോ വിനായേട്ടാ, സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഭവിഷ്യത്ത് വേറെ ആയിരിക്കും. ഒടുവിൽ വിനായകനുള്ള സത്യാവസ്ഥ എല്ലാം തുറന്നു പറയേണ്ടി വന്നു. എന്താ ചെയ്തതെന്ന് എങ്ങനെയാ ചെയ്തതെന്നും പണത്തിന് വേണ്ടിയിട്ട് ചെയ്തതാന്ന്, ആ ഡ്രഗ്സ് കൊണ്ടേ അച്ഛന് ബാഗിനകത്ത് വെച്ചാന്ന്. ഇത്രയും ക്രൂരനായ ഒരുത്തനാന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ വേദ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഒരു സംശയം ഉണ്ടെങ്കിൽ പോലും അയാളാണിത് ചെയ്തതെന്നുള്ള കാര്യം. CI ഹമീദ് അവൻ കർണം നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ് അവൻ്റെ. കാരണം വേദയ്ക്ക് തല്ലാൻ പറ്റില്ലല്ലോ കർണം നോക്കി ഒരെണ്ണം വിനായകനെ. അതുകൊണ്ട് മാത്രം വിനായകന്റെ കവള് നോക്കി ഒറ്റ എണ്ണം ഹമീദ് കൊടുത്തു. എടാ, നീ ഇത്രയ്ക്ക് വൃത്തികേടാനായപ്പോഴല്ലോ സ്വന്തം അച്ഛനെതിരെ. എന്നിട്ട് പാവം ഒരു തെറ്റും ചെയ്യാത്ത ആ വിക്രം 7 വർഷക്കാലം ജയിലിൽ കിടന്നു. നീയൊക്കെ ഒരു ചേട്ടനാണ്ടാ, ചേട്ടന്മാർക്ക് തന്നെ നാണക്കേടാ. ഇതിനേക്കാളും ഭേദം നീയൊക്കെ പോയി വല്ല തൂങ്ങിച്ചാന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പറഞ്ഞു. വേദ പറഞ്ഞു, വിനയേട്ടൻ ചെയ്ത് എത്ര വലിയ തെറ്റാന്നറിയാവോ? അതിൻ്റെ പേരിൽ വിക്രം ഇപ്പോഴും അപമാനം സഹിച്ചുകൊണ്ടിരിക്കുക. വിക്രം ഒരു തെറ്റും ചെയ്യാതെ. പക്ഷെ നിങ്ങൾ ചെയ്ത തെറ്റിന് ഒരു കാരണവശാലും ഒരു പരിഹാരം ഇല്ല. കാരണം നിങ്ങൾ ഇവിടെ ഞങ്ങളോട് എല്ലാവരും കള്ളത്തരം പറഞ്ഞാലും ദൈവത്തിൻ്റെ കോടതിയിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടും. 7 വർഷക്കാലം ജയിലിൽ കിടന്ന് അനുഭവിച്ച ആളാണ് വിക്രം. ദർശൻ്റെ സംശയമായിരുന്നു വേദയെ അതിലേക്ക് വിനായകനിലേക്ക് കൊണ്ടെത്തിച്ചേ. ദർശൻ തന്നെയാണ് പറഞ്ഞ വേദയെ ഒരു പക്ഷേ വിനായകനായിരിക്കുമെന്ന്. അങ്ങനെയാണ് അവരെ കേസ് അന്വേഷിച്ച് തെളിയിക്കുന്നത്. പിന്നീട് വേദ ഈ കാര്യങ്ങൾ മാഷിനോടൊക്കെ വന്ന് പറയുന്നുണ്ട്, ആരാ തെറ്റ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ. വിനായകൻ ശരിക്കും പെട്ടുപോയതാണ്. വിനായകൻ ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയാനോ ആ സമയത്ത് പറ്റുകൊണ്ടായിരുന്നുള്ളൂ. കാരണം താൻ ചെയ്ത തെറ്റാന്നറിയാം, പണത്തിന് വേണ്ടി ചെയ്താണ്, ചെയ്യാൻ പാടില്ലാത്ത. പക്ഷെ അയാളത് ചെയ്തു. പണത്തിൻ്റെ മീതെ പരുന്ന് പറക്കില്ല എന്ന് പറഞ്ഞ പോലെ. ഒടുവിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മാഷിനൊക്കെ ഭയങ്കര സന്തോഷമായി. എങ്ങനെയെങ്കിലും വിക്രത്തെ രക്ഷിക്കണം. വിക്രം മലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേനും പല അഴിച്ചുപണികളും നടത്തണമെന്ന് വേദയ്ക്ക് ഉറച്ചൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വേദ ഇതിനൊക്കെ പിന്നാലെ ഇറങ്ങി തിരിച്ചു പോരും. പിന്നീട് വിക്രത്തിൻ്റെ അടുത്ത് എന്നിട്ട് വേദ തെളിവുകൾ നിർത്തിയിട്ട് വിനായകനല്ലേ തെറ്റ് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യമൊന്നും വിക്രം സമ്മതിച്ചില്ല. പിന്നീട് വിക്രത്തിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു, ഞാൻ ആ കുറ്റം ഏറ്റെടുത്താന്നൊക്കെ. അങ്ങനെ ഒടുവിൽ മാഷു ഈ കാര്യങ്ങൾ അറിയണം. അങ്ങനെ വിനായകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വേദേ വിക്രമൊന്നും പറഞ്ഞു, വേണ്ട ഇനിയിപ്പോൾ അങ്ങനെ ഇറക്കി വിടുന്നു വേണ്ട, ഇത്രയും കാലമല്ലേ എല്ലാം കഴിഞ്ഞു. പക്ഷേ ഒരപേക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക് അച്ഛനോട്, ഇനിയും വിക്രത്തിന് മേലുള്ള ഈ സംശയം മാറ്റണമെന്ന്. ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം മാഷിന് ഇത്രയും കാലം താൻ തൻ്റെ മോനെ സംശയിച്ചു. കമല പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞില്ല എൻ്റെ മോൻ അങ്ങോട്ട് തെറ്റ് ചെയ്യില്ലെന്ന്. കമലയ്ക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്നും തൻ്റെ മോൻ അങ്ങനെ തെറ്റ് ചെയ്യില്ലെന്നായിരുന്നു. പക്ഷെ നല്ല 8ന്റെ പണി തന്നെയാണ് നന്ദിനിക്കും വിനായകനും കിട്ടിയത്. ഇത്രയും കാലം കൊണ്ടുകിടന്ന ഇമേജൊക്കെ ഒറ്റയടിക്ക് തന്നെ ഇല്ലാതായി. വിക്രം എന്തോ വലിയ തെറ്റിയെന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി എപ്പോഴും വിക്രത്തെ കുറ്റപ്പെടുത്തുമായിരുന്നു. നീ ജയിലിൽ കിടക്കുന്നവനല്ലേടാ, അങ്ങനെയല്ലേടാ, ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നീട് വേദ ഒരു കാര്യം തീരുമാനിച്ച്, എങ്ങനെയെങ്കിലും ശ്രീജേടത്തിക്ക് ഒരു ജോലി വേണം. കാരണം എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടി തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്ന് കഴിഞ്ഞ ദിവസം നന്ദിനിയൊക്കെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേദ ശ്രീജനെ കൊണ്ട് പോവാണ്. അപ്പോൾ ഒരു സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് ഒരു ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ട് പോവാണ്. വേണ്ട കാര്യങ്ങളെല്ലാം ശ്രീജയ്ക്ക് വേണ്ടിയിട്ട് വേദയാണ് ഓടി നടന്ന് ചെയ്യുന്നത്. ശ്രീജയെ കൊണ്ട് പോയിട്ട് ശ്രീജയ്ക്കൊന്നും അറിയേണ്ടതുണ്ടായിരുന്നില്ല. വേദയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. വേദ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം ശ്രീജയോട് പറഞ്ഞു, ശ്രീജേടത്തി എത്രയും പെട്ടെന്ന് തന്നെ, ശ്രീജേടത്തിയുടെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ കുടിൽ വ്യവസായം പോലെ കറി പൗഡറും അങ്ങനെ അച്ചാറുകളൊക്കെ അതിൻ്റെ ബിസിനസ് തുടങ്ങാം, ലോൺ കിട്ടുമെന്ന് പറയണം. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു ശ്രീജ. വിശ്വത്തിനോട് വന്ന് പറഞ്ഞപ്പോൾ വിശ്വത്തിനും ഭയങ്കര സന്തോഷമായി. ശ്രീജ കെട്ടിപ്പിടിച്ച് വിശ്വം പൊട്ടിക്കരയുന്നുണ്ട്. കാരണം കുറച്ച് നാളുകളായി അവരുടെ ജീവിതത്തിലെ വല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം പെയ്തൊഴിഞ്ഞ മാനം പോലെ നല്ല തെളിഞ്ഞു വന്നു, പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. അല്ലെങ്കിലും വിശ്വത്തിന് ശ്രീജയെ ഭയങ്കര കാര്യമാണ്. പക്ഷെ ജോലി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേദ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം സെറ്റാക്കുവാണ്. അല്ലെങ്കിലും വേദ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര കാര്യമാണ് താനും. വേദ ഒരു കാര്യം തീരുമാനിച്ചാന്നറിയാം. പക്ഷെ ഇതൊന്നും നന്ദിനിക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ശ്രീജയ്ക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തേ. വേദയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നിട്ട് ഒരു കാരണവശാലും ശ്രീജേടത്തി വിശ്വന് ആരുടെ മുന്നിൽ തല കുനിക്കരുത്. അങ്ങനെ ചില തീരുമാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത പോലും. അതിനുശേഷം വീണ്ടും എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ വിക്രത്തെ നന്നാക്കാന്നുള്ള. ഈ ശ്രീനിവാസന്റെ പിടിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അത് ചുമ്മാ അങ്ങോട്ട് രക്ഷിക്കാൻ പറ്റുന്ന കാര്യമില്ല. കാരണം അയാൾ അത്ര നീരാളിയെ പോലെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുക വിക്രത്തെ. കാരണം അയാൾ പറയുന്നതാണ് വിക്രത്തിന് വേദവാക്യം. അത് മാഷടയ്ക്ക് പറയുകയും ചെയ്തു, മലയ്ക്ക് പോകാൻ മാലയിട്ടാലും ഇവന്റെ ദൈവം ശ്രീനിവാസനാണ്.
അത്രയ്ക്ക് ആഴത്തിലുള്ള വിശ്വാസവും സ്നേഹമാണ്. പക്ഷേ ശ്രീനിവാസൻ ചതിക്കുവാന്നുള്ള കാര്യമൊന്നും വിക്രത്തിന് അറിയത്തില്ല. ചതിയിലൂടെയാണ് തന്നെ സ്വന്തമാക്കിയെന്നുള്ള കാര്യങ്ങളും അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീടാണ് വേദ ആ കാര്യം പറയുന്നത് വിക്രത്തോട്. ആരാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നേ? കാരണം വിനായകന്റെ കയ്യിൽ ആ മയക്കുമരുന്ന് കൊടുത്തുവിട്ട ആരാണ്? അത് ശ്രീനിവാസൻ പറഞ്ഞിട്ടാണ്. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പത്തിന് ഒരു നിമിഷം വിക്രം ഞെട്ടിപ്പോയി. വിക്രം അത്രയ്ക്ക് പ്രതീക്ഷയില്ല. അപ്പൊ വേദ അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വിക്രത്തോട് പറഞ്ഞ് നിങ്ങളെ ചതിയിൽ ഉൾപ്പെടുത്തി കൂടെ നിർത്താനായിട്ടാണ് ശ്രമിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറയുന്ന ശ്രീനിവാസനെ പോയി പൊക്കും. അയാളുടെ അനന്തരവനെയും പൊക്കും എന്നുള്ള കാര്യം അറിയായിരുന്നു. അയാളുടെ അനന്തരവൻ കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അയാൾക്ക് വേണ്ടിയിട്ടാണ് ശ്രീനിവാസൻ ഇതൊക്കെ ചെയ്യിച്ചേ. വിക്രത്തെ കയ്യിലെടുത്ത് പോലും അതിന് വേണ്ടിയിട്ടായിരുന്നു. ഇതൊക്കെ അറിഞ്ഞപ്പോൾ വിക്രത്തിന് ഭയങ്കര ടെൻഷനായിപ്പോയി. വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. അതേ സമയത്ത് തന്നെയാണ് ശ്രീനിവാസൻ്റെ ഒരു കനത്ത അടി കിട്ടുന്നത്. വേറെ അടിയുമില്ല. അയാൾക്കെതിരെ ശ്രീധരൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേദയാണ് ആ വക്കാലത്ത് ഏറ്റെടുത്തത്. അങ്ങനെ വക്കീൽ നോട്ടീസ് ചെല്ലുന്നുണ്ട് ശ്രീനിവാസന്. അപ്പോൾ വേദയാണ് അയച്ചതെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസൻ ഒരു കാര്യം ഉറപ്പായി. അവൾ തനിക്കെതിരെ നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. തേറാട്ട് ശ്രീധരനെ കൂട്ടുപിടിച്ച് മിക്കവാറും തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നൊരു ചിന്തയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വിക്രത്തെ വിളിപ്പിക്കണം. വിക്രത്തോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം തീരുമാനിച്ചു. അങ്ങനെ വിക്രത്തെ വിളിക്കുകയാണ്. വിക്രത്തെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം. പക്ഷേങ്കിൽ അയാൾ ഓർത്തുകൊണ്ടിരുന്ന വിക്രം തന്നോടൊപ്പം നിൽക്കുന്ന. പക്ഷെ വിക്രം തർപ്പിച്ചു പറഞ്ഞു, എനിക്ക് പറ്റില്ല സാറേ. ഇനിയിപ്പോൾ സാറ് പറയുന്നത് എനിക്ക് ഒന്നാമത്തെ കഴിഞ്ഞ് ഞാൻ മാല ഇട്ടുണ്ട്, പെട്ടെന്ന് അങ്ങനെ ഒഴിയാൻ പറ്റില്ലല്ലോ. സാറ് പറയുന്ന ഗുണ്ടാപ്പണിയൊന്നും ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ മാലയിട്ടുണ്ടോ, നോയമ്പ് വ്രതമൊന്നും മുടക്കില്ല എന്ന് പറയുന്നുണ്ട് വിക്രം. അതൊരിക്കലും ശ്രീനിവാസൻ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. ശ്രീനിവാസൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഇവൻ മാലയിട്ടാലും ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാന്നൊക്കെ വിചാരമായിരുന്നു. പക്ഷേ വിക്രത്തിൻ്റെ മനസ്സിൽ ശ്രീനിവാസനാണ് തന്നെ ചതിച്ചെന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നു. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് എനിക്ക് വിചാരിച്ചു. അങ്ങനെ വിക്രം ശ്രീനിവാസൻ്റെ അടുത്തുനിന്ന് പോന്നു. ശ്രീനിവാസന് കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നത്. ശ്രീനിവാസന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലത്. ഇങ്ങനൊരു ട്വിസ്റ്റ്, ഇങ്ങനെയാണെങ്കിൽ തനിക്ക് പണി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെ മലയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വേദ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ തീർക്കുവാണ്. കാരണം വിക്രത്തെ രക്ഷിക്കാനായിട്ട് വേദ ഇറങ്ങി തിരിച്ചേ. അപ്പം വിക്രം മലയ്ക്ക് പോയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും നേരെയാക്കണമെന്ന് വേദയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേദ ഇറങ്ങി തിരിച്ച് എല്ലാ കാര്യങ്ങളും ശ്രീനിവാസൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വരാൻ പോകുന്ന ദിവസങ്ങൾ. ഇത്രയും ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങളൊക്കെ എല്ലാത്തിനും നടുവിലായിരുന്നു വേദയും വിക്രവും. പക്ഷേ ഇനി അവരുടെ ജീവിതത്തിൽ സന്തോഷം വന്നെത്താൻ പോവാണ്. ശ്രീനിവാസൻ ആരാന്നുള്ള സത്യങ്ങൾ പുറത്തു വരുന്നതോട് കൂടിയിട്ട് വിക്രം എന്താണെങ്കിലും ഒന്ന് ഒതുക്കും. വിക്രത്തിന് മനസ്സിലാവും അയാൾ എന്താ ഏതാ താൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന എന്താണെന്നും. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം, കമലയ്ക്ക് പണ്ടേ സ്നേഹമായിരുന്നു. പക്ഷേ മാഷ് തൻ്റെ ഉള്ളിലുള്ള സ്നേഹം പുറമെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല വിക്രത്തോട്. പക്ഷേ ഇനി അങ്ങനെയല്ല, വിക്രത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട്. വിനായകനാണ് തെറ്റുകാരനെന്ന് അറിഞ്ഞാൽ പിന്നെ മാഷിന് വെറുതെ ഇരിക്കാനായിട്ട് പറ്റുമോ? താൻ ഇത്രയും കാലം ഇവനെ പഴിച്ച് ഓരോ ദിവസവും അവനെ ശപിച്ചുകൊണ്ടിരുന്നാണല്ലോ നോക്കുമ്പോൾ മാഷിനും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ആ വീട്ടിൽ സന്തോഷം കളിയാടുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.